സ്റ്റേഡിയത്തിൽ ഇന്ന് എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ അതീവ നിർണായകമായ ഒരു മത്സരം. അതും കേരള പോലീസ് സെമി ഫൈനൽ സാധ്യതകൾ ഊട്ടിയുറപ്പിക്കുന്നതിനായി ഇവിടെ ഈ വേദിയിലേക്ക് നടന്നെടുക്കുമ്പോൾ കേരള പ്രീമിയർ ലീഗിലെ 86ാമത് മത്സര ദിവസത്തിൽ ഇന്റർ കേരളയാണ് അവരുടെ ഒപ്പോണൻസ്. പോലീസിന്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. സർവ്വഭൂത വിതരത, ഏറ്റവും മനോഹരമായ ഒരു മത്സരത്തിലേക്ക് തന്നെ തീർച്ചയായും രണ്ട് ടീമുകൾക്കും എത്താൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ വൺസ് അഗൈൻ ടച്ചിൽ നിന്ന് അവർക്ക് പന്ത് അങ്ങനെ വലിയ കാര്യമായി നഷ്ടമായി പോയിട്ടില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഗോളിന് വേണ്ടിയുള്ള സെർച്ചിങ്ങിൽ ആൻഡ് ഗോൾ കീപ്പർ നേരെ മുന്നിലേക്ക് ഇറങ്ങി വന്ന ഡിങ്കൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിഫൻഡിങ് തന്നെ, ക്വാളിറ്റി സേവ് തന്നെ ഈ ഒരു അവസരത്തിൽ നടത്തുന്നു. നല്ല ഒന്നാം തരം ഒരു ഇൻസ് കൂടി ആക്യുറേറ്റ് ആവേണ്ടത്. ഗോകുൽ ഇത്തവണ പന്തുമായി നേരെ മുന്നിലേക്ക്, ഗോകുലിന്റെ ക്രോസ് വരുന്നു, പക്ഷേ കൃത്യമായി വീണ്ടും അവിടെ ഡിഫൻഡ് ചെയ്യുകയാണ് ഇന്റർ കേരള. അവർ ആ തിരിച്ചു പിടിച്ച പന്ത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു ഹെൻറിയും അതുപോലെ തന്നെ മിഥിലാജും. മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിലും ആ ചാനൽസ് കൃത്യമായി ക്ലോസ് ഡൗൺ ചെയ്യാൻ സുജിൽ നിന്ന് ഗോകുൽ. പെനാൽറ്റി ഏരിയയിൽ 4 പച്ച ഷർട്ടുകാർ വെയിറ്റിംഗ്. നല്ലൊരു ഷോട്ട് വരുന്നു ഗോകുലിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഇത്തവണ. വീണ്ടും ബിജേഷ് അകത്തേക്ക് നല്ലൊരു ഡെലിവറി ആൻഡ് ഫസ്റ്റ് ടൈം ക്ലിയറൻസ് ആണ്, റിസ്ക് എടുക്കുന്നില്ല. കോർണർ വഴങ്ങിയാണ് എങ്കിൽ കൂടി വളരെ ബ്യൂട്ടിഫുൾ ആയാണ്, അടിപൊളിയായാണ് ആ ഒരു കിക്ക് വന്നത്. ഒന്നാം പകുതി ഓൾമോസ്റ്റ് അവസാനിക്കുന്ന ഒരു സമയമാകുമ്പോഴും സ്റ്റിൽ 0-0 എന്ന നിലയിലാണ് മത്സരം വന്നു നിൽക്കുന്നത്. ഗോൾ രഹിതമായി നിന്ന ഒന്നാം പകുതിക്ക് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ വരുന്നു. ഇന്റർ കേരളയുടെ ടച്ചോട് കൂടിയാണ് വീണ്ടും രണ്ടാം പകുതിക്ക് തുടക്കമാകുന്നത്. രണ്ട് ടീമുകളും അത്യാവശ്യം നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയി മിഡ്ഫീൽഡിൽ ബോൾ മൂവ്മെന്റ്സ് നടത്തി കഴിഞ്ഞു ഒന്നാം പകുതിയിൽ. കേരള പോലീസും അതുപോലെ തന്നെ ഇന്റർ കേരളയും രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചു. അതിൽ താരതമ്യേന അറ്റാക്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത് കേരള പോലീസാണ്. ഇത്തവണ നല്ലൊരു ഷോട്ട് വരുന്നു പ്രതീഷ് ഡിങ്കന്റെ ഭാഗത്തു നിന്ന്, നല്ല ഒന്നാം തരം ഒരു സേവും. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തു നിന്നാണ് ഇത്തവണ ആ പന്തുമായി എന്തായാലും അകത്തേക്ക് ഓടിയത് കേരള പോലീസ്. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാൻ അനുവദിക്കുന്നു ആൻഡ് വീണ്ടും ഇത്തവണ ദാറ്റ്സ് കേരള പോലീസ് ഫോർ യു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് എടുത്തുകൊണ്ട് എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഗോകുലാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. വീണ്ടും ആദ്യം പ്രതീക്ഷിക്കാതെ നിന്ന ഒരു പൊസിഷനിൽ നിന്നാണ് ആ ഒരു ഗോൾ വരുന്നത്. സഞ്ജു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ടച്ച് വഴി നേരെ റൈറ്റ് ഫ്ലാങ്കിലേക്ക് ബോൾ വരുന്നു. ഹാഫ് സ്പേസിൽ 2 താരങ്ങൾ വെയിറ്റിംഗ് ആണ്. പാസിങ്ങിന് പകരം ജസ്റ്റ് ഒന്ന് ക്യാരി ചെയ്യുന്നു, അതിനുശേഷം ഒടുവിൽ പാസ് ചെയ്യുന്നു. നല്ലൊരു പന്ത് വീണ്ടും അകത്തേക്ക് ആൻഡ് ഫൈനൽ ഷോട്ട് പക്ഷേ ആ ഒരു ഫ്രെയിമിൽ നിന്ന് വളരെ പുറത്തേക്കാണ് പോകുന്നത്. പോകുന്നു ആൻഡ് ഫൈനൽ വിസിൽ വരുന്നു. അവസാന വിസിലിൽ 2 ഗോളുകളുടെ പിൻബലത്തിൽ കേരള പോലീസ് കറന്റ്ലി ഈ ഒരു മത്സരത്തിൽ അത്യാവശ്യം നല്ലൊരു വിക്ടറി തന്നെ കരസ്ഥമാക്കുന്നു.